നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കും. അതുകൊണ്ട് ഹെർമിറ്റേജിലെ അന്തേവാസികളായിട്ടുള്ളവരും ഇവിടെയുള്ള മുതിർന്നവരും ഒക്കെ മനക്കരുത്ത് ആർജിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഇടപെടേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തകർക്കുവാനുള്ള 10 മിത്തുകൾ. മിത്ത് എന്ന് പറഞ്ഞാൽ മിഥ്യാബോധം, മിഥ്യാധാരണ എന്നാണ് അർത്ഥം. ഒരു മിഥ്യാധാരണ ഇതാണ്: വാർദ്ധക്യം ഒരു മുടിഞ്ഞ കൂത്താണ്, അത് ഇരുന്നും കിടന്നും അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വാർദ്ധക്യം ജീവിതത്തിന്റെ അന്ത്യമല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിത വയലിലെ അനുഭവങ്ങളുടെ കൊയ്ത്തുത്സവത്തിന്റെ സമയമാണ്. തിരിഞ്ഞു നോക്കാനും ആഘോഷിക്കുവാനുമുള്ള സമയമാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ഭാരമായിട്ട് കാണാതിരിക്കുക, മനസ്സിൽ നിന്നും അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോഴ് നമുക്കിപ്പോ പങ്കുവയ്ക്കാനുള്ള ഒരു വിഷയം വാർദ്ധക്യത്തിന്റെ സൗകര്യങ്ങൾ, സന്തോഷങ്ങളൊക്കെ. ഇവിടെയുള്ള ചെറുപ്പക്കാര്, കുടുംബം നടത്തുന്നവരൊക്കെ അലഞ്ഞു നടക്കുകയല്ലേ. സ്കൂളിൽ വരണം, പഠിപ്പിക്കണം, വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഇതെല്ലാം ഒരു ഹെർമിറ്റേജിലായിരിക്കുന്ന ആളുകൾക്ക്, എനിക്കും അവിടെ ഒരു അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കും എൻ്റെ വീട്ടുകാരത്തിക്കും കൂടി. കാരണം ഒരേ തൂവൽ പക്ഷികളാണ്. ഞാനും അധ്യാപകനായിരുന്നു. അധ്യാപകരായ ആളുകൾക്ക് ഒന്നിച്ചുകൂടി ഇരിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അവിടെ തട്ടുതിരിവില്ല. ഒരുപോലെയുള്ള ആളുകൾക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യം ഒരു മുടിഞ്ഞ കൂത്തല്ല, വാർദ്ധക്യം വലിയൊരു അവസരമാണ്. വാസ്തവത്തിൽ വാർദ്ധക്യം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് വേണ്ട. മുതിർന്നവരുടെ ജീവിതം ഒരു വലിയ അവസരമാണ് എന്ന് കാണുവാൻ വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, ഇനി ഈ വയസ്സാം കാലത്ത് എന്ത് പഠിക്കാനാണ് ഇനി ഈ വയസ്സാം കാലത്ത് എന്തു പഠിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മുതിർന്നവരായിട്ടുള്ള ആളുകള് അവരുടെ മനസ്സിൽ ഈ ഒരു മിഥ്യാബോധം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാൻ സമയമായി. ഏത് പ്രായത്തിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിക്കാം. ഉപയോഗിക്കുന്നില്ല എങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, പക്ഷെ മെസ്സേജ് അയക്കാറില്ല, എന്നാൽ മെസ്സേജ് അയക്കാനായിട്ട് പഠിക്കാം. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആരോഗ്യം മെച്ചപ്പെടുത്താൻ സംബന്ധിച്ച് എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് പഠിക്കാം. യോഗയിലെ വലിയ കൂടിയ ക്രിയകളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പ്രാണായാമം ചെയ്യാനായിട്ട് പഠിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാസം ഒരു ചെറിയ കാര്യം പഠിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി വയസ്സാം കാലത്ത് എന്തു പഠിക്കാനാ എന്നുള്ള മിത്തിനെ നമുക്ക് ദൂരെ കളയാനായിട്ട് സാധിക്കും. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ട് ഇതേപ്പറ്റി ഒരു സംസാരം. അപ്പം കൊച്ചു പിള്ളേരെ മുത്തച്ഛനോട് ചോദിക്കേണ്ടത്, മുത്തച്ഛന് കമ്പ്യൂട്ടറല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? ഞാൻ പഠിപ്പിക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. 1 മിനിറ്റ് സമയം കൊച്ചു വർത്തമാനം. തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ട് സംസാരിക്കുക. കൊച്ചു വർത്തമാനം പറയാനായിട്ട് മുതിർന്നവരില്ലെങ്കിൽ നിങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, കുശു സംസാരിക്കുക പിള്ളേര്. ഓക്കെ. അവസരം വേണ്ടി ആ അവസരത്തിൽ നന്നായി പറയാൻ തുടങ്ങി.
അങ്ങനെ രംഗമില്ലാതെ ചാടിക്കൊണ്ടൊരവസരമില്ല എന്ന് പറയുന്നത്. നിന്റെ പേരും തരും രുചി ശ്രുതി. ശ്രുതി എന്താ അർത്ഥം? ശ്രുതി എന്താ അർത്ഥം? ശ്രുതിയാ ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നർത്ഥമുണ്ട്. പിന്നെ പാട്ടിന്റെ ഈണം ശ്രുതി പിടിക്കുക. അത് വെച്ച് ഗ്രാമോട്ട് നമുക്ക് നിർത്താം. ഞാനിപ്പോഴും വളരെ രസകരമായ ഒരു സംഭാഷണത്തിന് സാക്ഷിയായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങേ അറ്റത്ത് മൂലയ്ക്ക് ഭാർഗവൻ പിള്ള സാറും സോനയും തമ്മിലായിരുന്നു ഒരു സംഭാഷണം. അപ്പൊ സോന കയറി ഭാർഗവൻ പിള്ള സാറിനോട് ചോദിക്കുകയാണ്, സാറിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഭാർഗവൻ പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഞാന് പിന്നെ വിളിക്കാനും മറ്റുള്ളവരെ വിളിക്കാനും വിളിച്ച് ഇങ്ങോട്ട് വരുന്ന കോൾ എടുക്കാനും ഒക്കെ അറിയാം, പിന്നെ മെസ്സേജ് അയക്കാൻ അറിയാമായിരുന്നു, ഇപ്പൊ അതൊക്കെ വിട്ടുപോയെന്ന് പറയുകയാണ്. അപ്പൊ സോന പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു കൈയടി കൊടുക്കാന്ന് പറയാം. ഇനി വീണ്ടും ശ്രദ്ധിക്കുക. ചില മുതിർന്നവർക്കൊരു വിചാരമുണ്ട്, എന്റെ കാലം കഴിഞ്ഞു, ഇനി എന്നെ എന്തിനു കൊള്ളാം. എന്റെ കാലം കഴിഞ്ഞു, എന്നെ ഇനി എന്തിനു കൊള്ളാം. ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സാറേ 72ആണോ 73ആണോ 74 വയസ്സ്. എല്ലാവരും ഒന്ന് കണ്ടേ, സാറിന് കൈയടി കൊടുത്ത്. 74 വയസ്സ്. ഈ 74 വയസ്സുള്ള റിട്ടയർഡ് എഞ്ചിനീയറിന് ഇന്ന് ഒരു മിനിറ്റ് പോലും മിച്ചമില്ല. രാവിലെ എഴുന്നേക്കുന്നത് 4 മണിക്കാണ്. തിരക്കാണ്. സഞ്ജീവനി എന്ന പേരിലുള്ള ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സംസാരിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളെ തയ്യാറാക്കുകയും അവർക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രായമാകാൻ നേരമില്ല. പ്രായമാകാൻ എനിക്ക് മനസ്സില്ല. ഒന്ന് കൈയടിച്ച് അതിന് വേണ്ടിയിട്ട്. പ്രായമാകാൻ സുരേഷ് ഗോപിയുടെ ഭാഷയെ പറഞ്ഞ പോട പുല്ല്, എനിക്ക് മനസ്സിലാക്കാൻ പ്രായമാകാൻ മനസ്സില്ല. പോടപ്പുല്ല്, എനിക്ക് വയസ്സാകാൻ മനസ്സില്ല എന്നുള്ള മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ കാലം കഴിഞ്ഞു എന്ന് ഒരിക്കലും ആരും ചിന്തിക്കാതിരിക്കുക. ഏതൊരു പ്രായത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ മുറ്റത്ത്, ഇതുപോലെ ഒരു മുറ്റത്ത് വേണമെങ്കിൽ 10 ചീര കുഴിച്ചു വെക്കാമല്ലോ. എന്താ, ഓടി നടന്ന് തൂമ്പ എടുത്ത് കിളയ്ക്കാൻ പറ്റിയില്ലിരുന്ന ഞരങ്ങി വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് 69 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയതുപോലെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കോട്ടയത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് മാതൃകാപരമായി ഒരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റിന് കാവൽക്കാരനായിട്ടിരിക്കും. എന്ത് പറയുന്നു? മൂത്രമൊഴിക്കാനും കക്കൂസിൽ പോകാനും വരുന്നവർക്ക്. എന്നിട്ട് ഞാൻ 14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാം നിരത്തി വയ്ക്കും. കുറഞ്ഞ നല്ല സബ്സിഡിയോടുകൂടി ആർക്കെങ്കിലും പുസ്തകം വാങ്ങിക്കണമെങ്കിൽ അവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഒരു മുൻ അധ്യാപകനായ ഞാൻ ആശയ പ്രചാരണത്തിന്റെ മേഖലയിൽ തിളങ്ങി നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള വിചാരം പോകട്ടെ, മനസ്സിൽ തള്ളിക്കളയുക. ഓക്കെ, കൈയടിക്കാം. കുട്ടികള് ചോദിക്കേണ്ട, മുത്തശ്ശനെ കൊണ്ട് എന്തൊക്കെ സാധിക്കുന്ന ഇപ്പൊ മുത്തശ്ശൻ വിചാരിക്കുന്ന, മുത്തശ്ശി എന്നാ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് വിളിക്കുക, എന്നാ വിചാരിക്കുന്ന ചോദിക്കാനുള്ള സമയമാണ്. 1 മിനിറ്റ് സമയം നിങ്ങളൊന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞ്. യെസ്, കൊച്ചു പിള്ളേരൊക്കെ അപ്പച്ചന്മാരുടെ അടുത്തൊന്ന് മുട്ടുകുത്തി നിന്ന് വർത്തമാനം പറ. മുട്ടുകുത്ത്. അങ്ങനെ. യെസ്, ഓക്കെ. യെസ്. കൃഷി ചെയ്യാൻ
അന്നത്തെ ഒരു ചീര നടാവും, ഒരു വെണ്ട നടാവും, ഒരു ചതുരപ്പയർ നടാവും. നല്ല കൃഷി ഉണ്ടാകാൻ നല്ലവണ്ണം പാഠം പറഞ്ഞു കൊടുക്കുകയല്ലോ. കയ്യേറ്റം അവരും അശ്വതിയൊക്കെ അടിമകൾ തെറ്റാണെങ്കിൽ അത് ഓക്കെ, നമ്മുടെ സമയം തീരാൻ പോകുന്നു. എല്ലാവരും ഇത് കേൾക്കാം, എല്ലാവരും കേൾക്കാം. റൈറ്റ്, നമ്മള് ഒരു പോയിന്റ് കൂടെ മാത്രം നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കുക, അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ പ്രായമാകും തോറും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം, ഓക്കെ, പ്രായം മുമ്പോട്ട് പോകും തോറും, കേൾക്കുന്നുണ്ടോ? ഓക്കെ, പ്രായം മുമ്പോട്ട് പോകും തോറും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം ഏകാന്തതയാണ്. ഏകാന്തത. എൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ ആരും വരുന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും പറയാനും ഇല്ല, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ ഇവിടെ മൂലയ്ക്ക് ഒതുങ്ങി കൂടിക്കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുള്ളത് ഏകാന്തത